ഞാൻ കൊച്ചി സിറ്റി എറണാകുളം സെൻട്രലിലെ ACP ആയിരിക്കുമ്പോൾ സെൻട്രൽ സബ് ഡിവിഷനിൽ ഉൾപ്പെട്ട കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ ഒരു പകൽ മോഷണം റിപ്പോർട്ട് ചെയ്തു. 2022 ഏപ്രിൽ മാസമായിരുന്നു. എറണാകുളം ജവഹർ നഗറിൽ പള്ളിവാതുക്കൽ വീട്ടിൽ കുര്യൻ റോക്കി, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആൽസമ്മ തോമസ്, ഇവർ രണ്ടുപേരും താമസിക്കുന്ന വീട്ടിൽ അവർ പകൽ സമയത്ത് ആശുപത്രിയിൽ പോയ സമയത്ത് അവിടെ വീട്ടിൽ ഒരു മോഷണം നടന്നു. അവർ രാവിലെ 10 മണിക്ക് ആസ്റ്റർ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പോയി. വൈകിട്ട് 3:30 തിരിച്ചെത്തിയപ്പോൾ അവരുടെ വീടിൻ്റെ മുൻഭാഗം കുത്തിപ്പൊളിച്ച് ആ വീട്ടിൽ മോഷണം നടത്തിയതായി അവർക്ക് ബോധ്യപ്പെട്ടു. കൂടുതൽ അന്വേഷണം നടത്താതെ അവരപ്പം തന്നെ പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ പോയി നോക്കിയപ്പോൾ വീടിൻ്റെ മുൻഭാഗം എന്തോ ആയുധം വെച്ച് കുത്തിപ്പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി മോഷണം നടത്തിയിട്ടുണ്ട്. പ്രാഥമിക പരിശോധനയിൽ ഏകദേശം 8 ലക്ഷം രൂപയോളം വില വരുന്ന സ്വർണം നഷ്ടപ്പെട്ടതായിട്ട് ബോധ്യപ്പെട്ട് കേസെടുത്തു. തുടർന്ന് സ്ഥലത്ത് ഫിംഗർ പ്രിൻ്റ് എക്സ്പെർട്ട്, അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡ് അവരെയൊക്കെ പെടുത്തി പരിശോധനകൾ നടത്തി. ആ സമയത്ത് ഫിംഗർ പ്രിൻ്റ് എക്സ്പെർട്ടിൻ്റെ ഭാഗത്തുനിന്നും ഡോഗ് സ്ക്വാഡിൻ്റെ ഭാഗത്തുനിന്നും പ്രത്യേകിച്ച് തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. കൂടുതൽ പരിശോധനയിൽ 20 ലക്ഷം രൂപയോളം സ്വർണം അവിടുന്ന് മോഷണം പോയതായിട്ട് ബോധ്യപ്പെട്ടു. മാത്രമല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വീടിന് 2 വീട് അപ്പുറം മാറിയിട്ട് ഒരു വീട്ടിലും മോഷണം നടന്നതായി അവിടെ നിന്ന് പരാതി കിട്ടി. അവിടെ നിന്ന് അധികം പണം നഷ്ടപ്പെട്ടു പോയിരുന്നില്ല. അപ്പോൾ പകൽ സമയത്ത് 2 മോഷണം കൊച്ചി സിറ്റിയിൽ തന്നെ ഹൃദയഭാഗത്ത് തന്നെ നടന്നിരിക്കുന്നു. ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിന് കടവന്ത്ര പോലീസ് സ്റ്റേഷനിലെ പ്രത്യേക ക്രൈം സ്ക്വാഡായ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ മിഥുൻ, ASI ദിലീപ്, ഉണ്ണികൃഷ്ണൻ, ഷനിൽ, അനിൽ, അങ്ങനെ സ്റ്റേഷനിലെ സ്ക്വാഡ് അംഗങ്ങളെ വിളിച്ച് കൂട്ടി അവരെ മീറ്റിംഗ് നടത്തി അവരൊരു സ്ക്വാഡായിട്ട് രൂപപ്പെടുത്തി ഒരു ഉത്തരവിറക്കി. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ അന്വേഷിക്കുന്നതിന് സ്റ്റേഷനിൽ പ്രത്യേക വൈദഗ്ധ്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. സ്റ്റേഷനിൽ സാധാരണ പല രീതിയിലുള്ള കഴിവുകളുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. കേസ് എഴുതുന്നതിൽ വൈദഗ്ധ്യമുള്ളവരുണ്ട്, അതുപോലെ തന്നെ കേസ് അന്വേഷിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ളവരുണ്ട്. മോഷണക്കുറ്റങ്ങൾ അന്വേഷിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദൃക്സാക്ഷികളില്ലാത്ത കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കണമെങ്കിൽ അതിന് പ്രത്യേക വൈദഗ്ധ്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വേണം. സാധാരണ സ്റ്റേഷനിൽ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുണ്ടാവാറുണ്ട്. കടവന്ത്ര പോലീസ് സ്റ്റേഷനിലെ ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ ഞാൻ നേരത്തെ പറഞ്ഞ SI മിഥുൻ, ASI ദിലീപ്, ഉണ്ണികൃഷ്ണൻ, ഷനിൽ, അനിൽ ഇവരെ കൂട്ടി ഈ കേസിൻ്റെ അന്വേഷണം തുടർന്നു. ഇതിൻ്റെ ആദ്യ ഭാഗമായിട്ട് കേസിലെ അന്വേഷണത്തിൽ ഈ വീടിനെ കേന്ദ്രീകരിച്ച് ആ വീട്ടിലേക്ക് വരുന്നവരെയും അതുപോലെ അവിടുന്ന് പോയവരെയും ഈ കുറ്റകൃത്യത്തിൻ്റെ സമയങ്ങളിൽ അതിൻ്റെ അന്വേഷണം CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷിക്കുക എന്നുള്ളതാണ് ആദ്യ ഭാഗം അന്വേഷണം. അങ്ങനെ അന്വേഷണം നടത്തി. വീടിനടുത്തായിട്ട് ക്യാമറകളൊന്നുമില്ല, പക്ഷേ അടുത്ത കോർണറിലും 2 വശത്തുള്ള കോർണറിൽ ആ വീട്ടിലേക്ക് വരണമെങ്കിൽ ഒരു റോഡിൻ്റെ അങ്ങേയറ്റത്തു നിന്ന് ഇങ്ങേയറ്റം വരെ വരണം. ആ റോഡിൽ 2 കോർണറിലുമുള്ള CCTV ക്യാമറകൾ പരിശോധിച്ചു. അതിൽ കുറച്ച് ദൂരം നിന്നുള്ള ദൃശ്യങ്ങളാണ്. കുറേ ആളുകൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഈ സമയത്ത് ഈ കുറ്റകൃത്യവുമായിട്ട് ബന്ധപ്പെടുത്താനുള്ള രീതിയിലുള്ള തെളിവുകളൊന്നും അവിടുന്ന് ലഭിച്ചില്ല. അതിൻ്റെ അടുത്ത ദിവസം രാവിലെ വീണ്ടും അന്വേഷണം തുടങ്ങി. പക്ഷേ വൈകിട്ടോടുകൂടി സെൻട്രൽ സബ് ഡിവിഷനിൽ തന്നെ ഉൾപ്പെട്ട എളമക്കര പോലീസ് സ്റ്റേഷനിൽ ഇതുപോലെ തന്നെ പകൽ സമയത്ത് 3 വീടുകളിൽ അവിടെ മോഷണം നടന്നു. അടുത്തടുത്ത വീടുകളിൽ മോഷണം നടന്നു. അവിടുന്ന് ഏകദേശം 2 ലക്ഷം രൂപ ഒരു വീട്ടിൽ നിന്ന് 2 റോളക്സ് വാച്ചുകൾ, മറ്റൊരു വീട്ടിൽ നിന്ന് കുറേ സ്വർണം, അങ്ങനെ 3 വീടുകളിൽ മോഷണം നടന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ഏതോ പ്രതികൾ കൊച്ചി സിറ്റിയിൽ എത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾ അന്വേഷണ സംഘം ഊഹിച്ചെടുത്തു. അപ്പോൾ ഇത്തരത്തിലുള്ള കുറ്റകൃത്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ കള്ളന്മാർക്ക് ചില അവരുടെ പ്രൊഫഷനുമായിട്ട് ബന്ധമുള്ള ചില കഴിവുകളുണ്ട്. ഒന്ന്, അവർ പൂട്ടിക്കിടക്കുന്ന വീടുകൾ അവർക്ക് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റും. അത് അവരുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ചില കഴിവുകളാണ്. പിന്നീട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചില ട്രിക്കുകളും അവരുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, പൂട്ടിയിട്ടിരിക്കുന്ന ഒരു വീട്ടിൽ ആളുണ്ടോയെന്ന് അറിയാൻ വേണ്ടി അവർ ചെറിയൊരു കല്ലെടുത്ത് അങ്ങോട്ട് എറിയുക, മാറി നിന്നിട്ട് കല്ലെടുത്ത് എറിഞ്ഞു നോക്കുക. അപ്പോൾ അങ്ങനെ എറിഞ്ഞു നോക്കുമ്പോൾ ആരെങ്കിലും വന്ന് വാതിൽ തുറക്കുന്നുണ്ടെങ്കിൽ അവിടെ ആളുണ്ടെന്നറിയാം. കല്ലെറിഞ്ഞിട്ടും അവിടെ നിന്നൊരു പ്രതികരണം ഇല്ലെങ്കിൽ ആ വീട്ടിൽ ആളില്ല എന്നുള്ളത് അവർ ഏകദേശം ഊഹിച്ചെടുക്കും. അതുപോലെ തന്നെ നേരത്തെ കള്ളൻ മണിയൻ എന്ന് പറഞ്ഞ ഒരാളുടെ ആത്മകഥയുണ്ട്. ഒരു കള്ളനായിരുന്ന ആൾ മോഷണമൊക്കെ നടത്തിയതിന് ശേഷം അയാൾ പിന്നീട് അയാളുടെ പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ കള്ളന്മാർക്ക് ഈ മോഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കഴിവുകളുണ്ട്.
സാധാരണ വീട്ടിലെ വീട്ടമ്മമാർ കണ്ടെത്താൻ, വീട്ടിൽ വച്ചിരിക്കുന്ന സ്വർണം കണ്ടെത്താൻ കുറച്ച് ചിന്തിക്കേണ്ടി അവർക്ക് വരും. പക്ഷേ ഒരു മോഷണം നടന്ന വീട്ടിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള എന്താണെന്നില്ല, അവിടെയുള്ള എല്ലാ സ്വർണവും എടുത്തു കൊണ്ടുപോയിട്ടുണ്ടാവും. അലമാരയുടെ ഉള്ളിൽ പ്രത്യേകിച്ച് തുണികളുടെ ഇടയിലൊക്കെ ഒളിച്ചു വെച്ചിരിക്കുന്ന സ്വർണം അവർ കണ്ടെത്തി കൊണ്ടുപോകും. അത് മോഷണമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കഴിവുകളായിരിക്കും. അവർക്ക് കൃത്യമായി അവരുടെ സ്വർണം അവരുടെ ദൃഷ്ടിപ്പെടും. അവിടെയുള്ള മിക്കവാറും സ്വർണം അവരെടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. ഈ കള്ളൻ മണിയൻ്റെ കാര്യത്തിൽ അയാൾ പറയുന്നത്, അയാൾക്ക് സ്വർണം സ്വർണ്ണത്തെ തൊട്ട് നോക്കിയാൽ അത് സ്വർണ്ണമാണോ അല്ലയോ എന്നുള്ളതിന് തിരിച്ചറിയാൻ പറ്റുന്നതാണ്. അങ്ങനത്തെ ചില കഴിവുകൾ കള്ളന്മാർക്ക് ഉണ്ട്, മോഷണം നടത്തുന്നവർക്കുണ്ട്. അവർക്ക് അടഞ്ഞു കിടക്കുന്ന വീടുകൾ പ്രത്യേകിച്ച് അവർക്ക് മനസ്സിലാവും. അങ്ങനെ അടഞ്ഞു കിടന്ന 6 വീടുകളാണ് അന്ന് കൊച്ചി സിറ്റിയിൽ 22-ാം തീയതിയും 23-ാം തീയതിയും 24-ാം തീയതിയായിട്ട് പകൽ കുത്തി തുറന്നത്. ഇതിൻ്റെ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് ജവഹർ നഗറിലുള്ള CCTV ദൃശ്യങ്ങളും എളമക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള CCTV ദൃശ്യങ്ങളും രണ്ടും വെച്ച് കമ്പയർ ചെയ്ത് ഞങ്ങൾ പരിശോധിച്ചു തുടങ്ങി. വേറെ ഒരു മാർഗ്ഗവുമില്ല. കാരണം ഫിംഗർ പ്രിൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ആ സമയത്ത് പ്രത്യേകിച്ച് തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. ഒരേ ആളുകളാണ് ചെയ്തിരിക്കാൻ സാധ്യതയുള്ള എന്നുള്ള രീതിയിൽ അന്വേഷണം നടത്തുക മാത്രമാണ് അന്നേരം ആ സമയത്ത് ഞങ്ങളുടെ മുന്നിലുള്ള മാർഗ്ഗമുള്ളൂ. 2 സ്ഥലത്തും അന്വേഷിക്കാൻ ആകെയുള്ളത് 2 ഭാഗത്തും വീടിന് കൃത്യമായ CCTV ദൃശ്യങ്ങളില്ലെങ്കിൽ പോലും ആ വീടിൻ്റെ സമീപത്തേക്ക് 2 സ്ഥലത്തേക്കും പോകുന്നതും അതുപോലെ അവിടുന്ന് വരുന്നതുമായ ഈ വഴികളിലുള്ള CCTV ദൃശ്യങ്ങൾ വച്ച് താരതമ്യമായിട്ട് പരിശോധിക്കുക എന്നുള്ള മാർഗം മാത്രമേ ഉള്ളൂ. ആ മാർഗത്തിൽ ഞങ്ങൾ പരിശോധന നടത്തി തുടങ്ങിയപ്പോൾ കുറേ ഡേറ്റയുണ്ട്. കാരണം ഇത്രയും സമയത്തിനുള്ളിൽ ആളുകൾ നടന്നു പോകുന്ന എല്ലാവരെയും പരിശോധിക്കണം. അതുപോലെ തിരിച്ചറിയാൻ പറ്റുന്ന ആളുകളെ, ആരെങ്കിലും തിരിച്ചറിയാൻ പറ്റുന്ന മാർഗ്ഗങ്ങളുണ്ടെങ്കിൽ, വാഹനത്തിൻ്റെ നമ്പറോ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അവരെ വരുത്തി പരിശോധിക്കണം. അങ്ങനെ കുറേ അന്വേഷണങ്ങൾ അതിൻ്റെ അത് നടത്തി. അങ്ങനെ അന്വേഷണം നടത്തി 24-ാം തീയതി അന്വേഷണം നടത്തി വരുമ്പോൾ ഈ 2 സ്ഥലത്തും 2 പേരെ, നടന്നു പോകുന്ന 2 പേരുടെ അവർക്ക് വസ്ത്രത്തിന് വ്യത്യാസമുണ്ട്. പക്ഷേ അവരുടെ നടത്തത്തിന് ഒരു സാമ്യമുള്ളതായിട്ട് ഒരു സംശയം തോന്നി. അതായത് കടവന്ത്ര ജവഹർ നഗറിൽ നടന്ന മോഷണത്തിൻ്റെ ആ സ്ഥലത്ത് നിന്ന് പോകുന്നതും വരുന്നതുമായ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ അതിൽ നടന്നു പോകുന്നതായി കണ്ട 2 ആളുകൾ എളമക്കര കീർത്തി നഗറിലുള്ള മോഷണത്തിൽ ഉൾപ്പെട്ട വീടുകളുടെ സമീപത്തും ഇവർ നടന്നു പോകുന്നതായിട്ടുള്ള ആ ദൃശ്യങ്ങളിൽ അവരുടെ നടത്തത്തിൻ്റെ രീതി സാമ്യമുള്ളതായിട്ട് തോന്നി. തുടർന്ന് ഈ 2 പേരെയും കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തി കഴിഞ്ഞപ്പോൾ ഇവർ ആയിരിക്കും കള്ളന്മാർ എന്നുള്ള രീതിയിലുള്ള ഒരു ബോധ്യം, അങ്ങനെ ഒരു തോന്നൽ ഞങ്ങൾക്കുണ്ടായി. അങ്ങനെ അവരെ എങ്ങോട്ട് വരുന്നു എന്നുള്ള കാര്യം അവിടുന്ന് അന്വേഷിച്ച് പരിശോധിച്ച് തുടങ്ങി. അതിനിടയിൽ ഞങ്ങൾ സാധാരണ രീതിയിൽ അന്വേഷിക്കും പോലെ പകൽ കുത്തിത്തുറന്ന് മോഷണം നടത്തുന്ന ആളുകളുടെ ലിസ്റ്റ് എടുത്ത് അതിനെക്കുറിച്ചും അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ 2 ആളുകളുടെ നടത്തത്തിന് ഒരു പ്രത്യേകത ഉള്ളതായിട്ട് തോന്നി. അവർ നേരത്തെ നമ്മളുടെ അറിവിലുള്ള കള്ളന്മാരുടെ രീതികൾ പോലെ തോന്നിയില്ല. അവർ കണ്ടിട്ട് ഒരു ഉത്തരേന്ത്യക്കാരാണെന്നുള്ളൊരു തോന്നൽ വന്നു. കൊച്ചി സിറ്റിയിൽ ഈ കേസിൻ്റെ അന്വേഷണം അല്ലെങ്കിൽ കേസ് ഉണ്ടാവുന്നത് തടയുന്നതിന് വേണ്ടി പല രീതിയിലുള്ള പ്രിവെൻറ്റീവ് വർക്കുകൾ നടത്തുന്നുണ്ട്. അതിലൊന്നാണ് അവിടുത്തെ ഒട്ടുമുക്കാലും ഹോട്ടൽ ലോഡ്ജ് ഉടമസ്ഥന്മാരെ ഉൾപ്പെടുത്തി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള സംശയമുള്ള ആളുകളുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ അയച്ചു കൊടുത്ത് അവർ ഈ റൂമുകളിൽ വല്ലതും താമസിക്കുന്നുണ്ടോ അങ്ങനെ അങ്ങനെ അന്വേഷിക്കാറുണ്ട്. ആ രീതിയിൽ അവർക്ക് അയച്ചു കൊടുക്കും. അവർക്ക് പരിചയമുള്ള അല്ലെങ്കിൽ അവരെ ശ്രദ്ധപ്പെട്ടാണെങ്കിൽ അവർ ഞങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. അങ്ങനെ ഈ 2 പേരുടെ അവരുടെ ഫോട്ടോ വ്യക്തമല്ല, അവരുടെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഞങ്ങളുടെ വലുതാക്കിയെടുത്ത ഫോട്ടോ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ കൂടി ലോഡ്ജ് ഉടമസ്ഥരുടെയും മറ്റും ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുത്തെങ്കിലും അവർക്കാർക്കും ഈ ആളെ തിരിച്ചറിഞ്ഞതായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജ് കിട്ടിയില്ല. ആ ഫോട്ടോകൾ അത്ര ക്ലിയർ അല്ലായിരുന്നു. അവരുടെ ദൂരെ നിന്നുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് അതിൻ്റെ അത് ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീടുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ എങ്ങോട്ട് വന്നു എന്നുള്ള കാര്യം തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. പക്ഷേ എങ്ങോട്ട് പോയി, കുറ്റകൃത്യം കഴിഞ്ഞതിന് ശേഷം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യം ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. 2 സ്ഥലത്തു നിന്നും ഈ കുറ്റകൃത്യം കഴിഞ്ഞതിന് ശേഷം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഫോളോ ചെയ്യുക, അതാണ് അന്വേഷണത്തിൻ്റെ അടുത്ത ഭാഗമായിട്ട് ചെയ്യാനുള്ളത്. ഈ 2 സ്ഥലത്തെ ഏകദേശം സമയം മനസ്സിലാക്കി അവരെ എങ്ങോട്ട് പോകും എന്നുള്ള വഴികൾ മനസ്സിലാക്കി ഈ വഴിഭാഗത്തുള്ള എല്ലാ CCTV ദൃശ്യങ്ങളും
പരിശോധിച്ച് ഇവർ പോകുന്ന സമയം ഏകദേശം കണ്ടെത്തുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യ ഭാഗം. അതിനുവേണ്ടി സ്ക്വാഡ് അംഗങ്ങളെല്ലാവരും കൂടി ഈ കുറ്റകൃത്യം കഴിഞ്ഞിട്ട് അവരെങ്ങോട്ട് പോകും എന്നുള്ള രീതിയിൽ പരിശോധിച്ച് ചില CCTV ക്യാമറകളൊക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ അവർ നടന്നു പോകുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ കിട്ടി, വലിയ ദൂരെയല്ലാതെ. പക്ഷേ ആ ഭാഗത്ത് നിന്ന് കടന്നതിന് ശേഷം പിന്നീട് അവരെ കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ അവരെങ്ങനെയോ ഏതോ വാഹനത്തിൽ കയറിപ്പോയിട്ടുണ്ട്. അങ്ങനെ ആ വാഹനങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. അത് ഏകദേശം കുറേ പരിശോധനകൾ നടത്തിയെങ്കിലും അതിന് പ്രത്യേകിച്ച് ആ സമയത്ത് പ്രയോജനമൊന്നും കിട്ടിയില്ല. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ അതിൽ കീർത്തി നഗറിൽ നിന്ന് ഉള്ള CCTV ദൃശ്യങ്ങളിൽ ഒരു ചെറിയ കടയുടെ സൈഡിൽ നിന്ന് ഒരു ഓട്ടോയിൽ ഇത് 2 പേര് കയറി പോകുന്നതായിട്ട് ബോധ്യപ്പെട്ടു. അപ്പോൾ ഒരു ഓട്ടോയിലാണ് അവർ കയറിപ്പോയത് എന്നുള്ള കാര്യം മനസ്സിലാക്കി. സാധാരണ ഓട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനം CCTV ദൃശ്യങ്ങളിൽ കിട്ടുമ്പോൾ അതിൻ്റെ നമ്പർ പ്ലേറ്റ് സാധാരണ വ്യക്തമായിരിക്കില്ല. പക്ഷേ കൃത്യമായി അന്വേഷണം നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ സ്ക്വാഡ് അംഗങ്ങൾക്ക് ഇത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ വാഹനത്തിൻ്റെ ചില പ്രത്യേകതകൾ അവർക്ക് നോട്ട് ചെയ്തെടുക്കാൻ പറ്റും. ആ വാഹനത്തിന് അതിന് നമ്പർ പ്ലേറ്റ് ആണെങ്കിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതാണ് അതിൻ്റെ പെയിൻറ്റ് കളറ്, അതിൻ്റെ 2 കളറുണ്ടെങ്കിൽ ആ 2 കളറ് എങ്ങനെയാണത് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ സാധാരണ കുറ്റകൃത്യമായിട്ട് ബന്ധപ്പെട്ടത് ഇൻവെസ്റ്റിഗേഷൻ സ്ക്വാഡ് അംഗങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ബോധ്യപ്പെടും. ഈ ഓട്ടോറിക്ഷ അവർക്ക് അങ്ങനെ അതിൻ്റെ സൂക്ഷ്മതകൾ അല്ലെങ്കിൽ അതിൻ്റെ ദൃശ്യങ്ങൾ പരിശോധിച്ച് അതിനെ CCTV ക്യാമറകളിൽ കൂടി ഇതിനെ ഫോളോ അപ്പ് ചെയ്തപ്പോൾ ഈ ഓട്ടോ കൊച്ചി സിറ്റിയിലേക്കാണ് പോകുന്നതെന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ അതിനെ കുറേ ഫോളോ ചെയ്തു. കൊച്ചി സിറ്റിയിലേക്കാണത് വന്നേക്കുന്നത്. ഏകദേശം എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത്. പക്ഷേ പിന്നീട് അത് കൃത്യമായിട്ട് അതിനെ ഫോളോ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഏകദേശം 2 വിവരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന്, ചില പ്രത്യേകതകളുള്ള രൂപം തിരിച്ചറിയാവുന്ന, ഫേസ് ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല, പക്ഷേ രൂപം ഏകദേശം തിരിച്ചറിയാവുന്ന രണ്ട് ആളുകളുടെ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ഏകദേശം എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്ത്, അങ്ങനെയുള്ള ആ ഭാഗത്ത് എവിടെ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ കാഴ്ചയിൽ ഏകദേശം നോർത്ത് ഇന്ത്യൻസ് പോലെ ഉള്ളതുകൊണ്ട് ഇനി അടുത്ത പരിശോധന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്താം എന്ന് ഞങ്ങൾ വിചാരിച്ചു. ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ഈ ഗ്രൂപ്പിൽ ഈ ചിത്രങ്ങളിട്ടെങ്കിലും അത് ആളുകളത്ര ശ്രദ്ധിച്ചില്ല, ലോഡ്ജിലുള്ള ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ല, അതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നും കിട്ടിയില്ല. തുടർന്ന് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുള്ള ലോഡ്ജുകളെല്ലാം കയറി പരിശോധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് ഒരു സംഘമാക്കി. അതുപോലെ അവിടെയുള്ള AR ക്യാമ്പിലുള്ള പോലീസുകാരുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് കുറേ സംഘങ്ങളായിട്ട് പല ലോഡ്ജുകൾ പരിശോധിക്കാനായിട്ട് അങ്ങനെ വിട്ടു. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 21-ാം തീയതി 22-ാം തീയതി ആ സമയത്ത് വന്ന് ഏകദേശം 22-ാം തീയതി അല്ലെങ്കിൽ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലോ വന്ന് ലോഡ്ജിൽ വന്ന് മുറിവെടുക്കുകയും ഇപ്പോൾ താമസിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു 2 പേര് അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമോ എന്നുള്ള കാര്യമാണ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരുന്നത്. അങ്ങനെ ലോഡ്ജ് മുറികളിൽ കയറി അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ലൈല റെസിഡൻസി എന്ന് പറഞ്ഞൊരു ലോഡ്ജ്, ആ ലോഡ്ജിൽ ഒരു 3 പേര്, അതിൽ 2 പേര് ഏകദേശം ഈ ഫോട്ടോയിലുള്ള ആളുകൾക്ക് സാമ്യമുള്ളവരാണ്. അങ്ങനെ 3 പേര് അവിടെ താമസിച്ച് വരുന്നതായിട്ട് ഒരു വിവരം കിട്ടി. അപ്പോൾ അങ്ങനെ ലൈല റെസിഡൻസിയിൽ ഈ നമ്മളൊരു അന്വേഷണം നടത്തുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ഒരു കാര്യവും എടുത്തുകാടി ചെയ്യരുത്, അതുപോലെ തന്നെ ഓവർഡൂ ചെയ്യുകയും ചെയ്യരുത്. എന്തെങ്കിലും അങ്ങനെ നമ്മുടെ ഒരു ആലോചിക്കാത്ത ചില പ്രവർത്തികൾ നടത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളന്മാർ രക്ഷപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ പല സംഭവങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലൈല റെസിഡൻസിയിൽ ഇങ്ങനെ 3 പേര് താമസിക്കേണ്ടെന്നുള്ള വിവരം കിട്ടിയ ഉടൻ തന്നെ ആ അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരാൻ പറഞ്ഞു. ഏകദേശം ലൈല റെസിഡൻസിൽ അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ കാര്യം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 3 പേരും ആ സമയത്ത് ആ ലോഡ്ജിൽ ഉണ്ടായിരുന്നില്ല, അവർ പുറത്തു പോയിരിക്കുകയായിരുന്നു. അങ്ങനെ ലൈല റെസിഡൻസിയുടെ ഭാഗം കോൺസെൻട്രേറ്റ് ചെയ്ത് മഫ്തിയിലെ പോലീസുകാർ, അപ്പോൾ യൂണിഫോം അല്ലാത്ത പോലീസുകാർ ഏകദേശം അവിടെ നിന്ന് ഇവർ ഈ സ്ഥലത്തേക്ക് വരുന്ന എപ്പോഴാണ് തിരിച്ച് മടങ്ങി വരുന്നതെന്നുള്ള കാര്യം അന്വേഷിച്ച് അവരങ്ങനെ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലായിട്ട് 2-3 പോലീസുകാരെ പോസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ലോഡ്ജിലെ ഉടമസ്ഥനെ
ഫോണിൽ വിളിച്ച് അയാളോട് കാര്യങ്ങൾ അയാളോട് തിരക്കി കഴിഞ്ഞപ്പോൾ ഏകദേശം നമ്മളുടെ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട ആളുകളാകാനുള്ള സാധ്യതകളുണ്ട് എന്ന് സംശയം തോന്നി അവർ വരാൻ വേണ്ടി കാത്തിരുന്നു. കുറേ നേരം കഴിഞ്ഞു. 2-2:30 3 പേര് ഈ ലോഡ്ജിലേക്ക് വന്നു. അവർ വന്നു, റൂമിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ലോഡ്ജ് ഉടമസ്ഥൻ പോലീസിനെ വിവരം അറിയിച്ചു ആൾ വന്നിട്ടുണ്ടെന്നുള്ളവരും. അവിടെ കാത്തു നിന്ന പോലീസുകാരും അതുപോലെ തന്നെ യൂണിഫോമിലുള്ള പോലീസുകാരും എല്ലാം കൂടി അവരുടെ റൂമിൽ കയറി അവരെ ചോദ്യം ചെയ്തു. കഴിഞ്ഞപ്പോൾ അവരാദ്യം ഇക്കാര്യങ്ങൾ ഇങ്ങനെ കുറ്റകൃത്യം നടന്നതായേ പറഞ്ഞില്ല. അവർ ചെരുപ്പ് വ്യാപാരികളാണ്, ചെരുപ്പിൻ്റെ ഹോൾസെയിൽ കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയവരാണ് എന്നാണ് അവരാദ്യം പറഞ്ഞത്. നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ ഭാഷ ഒരു ബുദ്ധിമുട്ടാണ്. ഹിന്ദിക്കാരായതുകൊണ്ട് അവരോട് കാര്യങ്ങൾ ചോദിക്കാനും അവർ പറയുന്ന മറുപടികൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും നമുക്ക് ആദ്യം ബുദ്ധിമുട്ട് വരും. അവരെ ചോദ്യം ചെയ്തപ്പോൾ അവരെ ചെരുപ്പ് വ്യാപാരികളാണെന്നാണ് പറഞ്ഞ് അവർ ചെരുപ്പിൻ്റെ ഹോൾസെയിൽ കൊടുക്കാൻ വേണ്ടി കൊച്ചിയിലെത്തിയതെന്ന് പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇവരല്ല കുറ്റവാളികളെങ്കിൽ നമ്മൾ ചെയ്യുന്നത്, അതാണ് ഈ പോലീസിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു പ്രത്യേകത. നമ്മൾ പരിശോധിക്കുന്നത് കള്ളന്മാരെയാണെങ്കിൽ ധൈര്യമായിട്ട് പരിശോധിക്കാം, അവരെ ഏത് കാര്യവും എടുത്ത് പരിശോധിക്കാം. അതേസമയം അവർ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവരല്ലെങ്കിൽ നമ്മളുടെ പരിശോധനയ്ക്ക് എന്തെങ്കിലും തകരാറുകൾ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ വിമർശനം എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടാവും. കള്ളന്മാരാണെന്നുള്ള അല്ലെങ്കിൽ മോഷണം നടത്തിയവരാണെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ അന്വേഷണം നടത്തുന്നത്. ലോഡ്ജ് പരിശോധിക്കണമെങ്കിൽ പോലും ഈ CCTVയിലെ ദൃശ്യങ്ങളും ഇതുമൊക്കെ തെറ്റിപ്പോവാനോ അല്ലെങ്കിൽ കണക്കൂട്ടുകളിൽ തെറ്റിപ്പോകാനുള്ള വളരെ സാധ്യതകളുണ്ട്. അങ്ങനെ 3 കുറ്റകൃത്യത്തിൽ ഉൾപ്പെടാത്ത ആളുകളെ ലോഡ്ജിൽ കയറി പരിശോധിച്ചു, അവരെ അപമാനിച്ചു എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിലുള്ള വാർത്തകളും വരാനുള്ള ഈ പോലീസിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഉള്ളൊരു ഇതാണ്. അതിൻ്റെ ആ സന്തുലനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെയുള്ള അത് വളരെ സൂക്ഷിച്ച് നോക്കേണ്ടതാണ്. ഇവരോട് ആദ്യം ചോദ്യം ചെയ്യുമ്പോൾ അവർ വളരെ നിരപരാധികളെന്നുള്ള രീതിയിലാണ് അവർ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവരെ കോൺട്രാഡിക്റ്റ് ചെയ്യാനുള്ള പ്രത്യേകിച്ച് തെളിവുകളൊന്നും നമ്മുടെ ഇല്ല. വളരെ ദൂരെ നിന്നുള്ള 2 ദൃശ്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അവർ വന്നിരിക്കുന്നത് 21-ാം തീയതി അവർ ആ ലോഡ്ജിൽ റൂം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 22, 23, 24-ാം തീയതിയാണ് ഇവരെ കണ്ടെത്തുന്നത്. ഇത്രയും തെളിവുകൾ വെച്ച് കണ്ടെത്തുന്നത്. അത് വെച്ചുകൊണ്ട് അവരോട് ചോദ്യം ചെയ്തിട്ട് അവർ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇനിയുള്ള മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ലഗേജുകൾ പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റിസ്ക് എടുത്ത് വേണം അത് പരിശോധിക്കാൻ. അവർ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവരല്ലെങ്കിൽ ആ പരിശോധന ഹിന്ദിക്കാരാണ് എന്നാൽ പോലും അത് അവരെ ഉപദ്രവിച്ചു എന്നുള്ള രീതിയിലുള്ള പ്രചാരണമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും ലോഡ്ജ് ഉടമസ്ഥരുടെയും ഒക്കെ വളരെ സഹകരണം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവരുടെ സാന്നിധ്യത്തിൽ ഇവരുടെ ലഗേജുകൾ പരിശോധിച്ചു. വളരെ രഹസ്യമായിട്ട് കട്ടിലിൻ്റെ അടിയിലേക്ക് മാറ്റി വച്ചിരുന്ന ഒരു പെട്ടിയിൽ ഈ മോഷ്ടിച്ച സ്വർണവും അതുപോലെ മോഷണം നടത്തിയ പണം ഒഴിവാക്കി ബാക്കി എല്ലാ കാര്യങ്ങളും അവരവിടെ വച്ചിരുന്നതായിട്ട് കണ്ടെത്തി. അപ്പോൾ മാത്രമാണ് അവർ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവരാണെന്നുള്ള കാര്യം അവർ സമ്മതിച്ചിട്ടുള്ളൂ. അവർ 3 പേരായിരുന്നു. ഒരു മിൻറ്റു ബിശ്വാസ്, അയാൾ ഉത്തരാഖണ്ഡുകാരനാണ്. ഹരിചന്ദ്ര, അയാൾ UP കാരനായിരുന്നു. ചന്ദ്രഭാൻ, അയാളും UP കാരനാണ്. ഈ 3 പേരും കൂടി അവർ ഡൽഹിയിൽ വച്ച് അവർ പണത്തിന് കുറച്ച് അത്യാവശ്യമുണ്ട്, എത്രയും പെട്ടെന്ന് കുറച്ച് പണം ഉണ്ടാക്കണം എന്നുള്ള കാര്യം തീരുമാനിച്ചു. അതിന് ഏറ്റവും നല്ല മാർഗം ഏതെങ്കിലും സംസ്ഥാനത്ത് മോഷണം നടത്തുകയാണ്. അവർ കേരളം തിരഞ്ഞെടുത്തു. സാധാരണ രീതിയിൽ നിന്നുമല്ല വന്നത്, അവർ ഫ്ലൈറ്റിൽ തന്നെ അവിടെ നിന്ന് 3 പേരോട് കൂടി ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റിൽ കൊച്ചിയിലെത്തി. കൊച്ചി എയർപോർട്ടിൽ നിന്ന് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വന്ന് റൂമെടുത്തു. ആ റൂമെടുത്തതിന് ശേഷം പിറ്റേ ദിവസം 3 പേരോട് കൂടി 2 പേര് മുന്നിലും ഒരാൾ പുറകിലുമായിട്ട് പുറത്തിറങ്ങി പകൽ അടഞ്ഞു കിടക്കുന്ന വീടുകൾ അന്വേഷിച്ച് നടന്നു തുടങ്ങി. അങ്ങനെ ആദ്യം എളംകുളം, ഞാൻ നേരത്തെ പറഞ്ഞ ജവഹർ നഗറിലെ പള്ളിവാതുക്കൽ കുര്യൻ റോക്കിയുടെ വീട് അവരാദ്യം കുത്തിപ്പൊളിച്ചു. അവിടുന്ന് അവർക്ക് നല്ലൊരു നിധി കിട്ടി. ഏകദേശം 20 ലക്ഷം രൂപകളുള്ള ഇത് കിട്ടി. അതിനുശേഷം തൊട്ടപ്പുറമുള്ള വീട്ടിൽ പൊളിച്ചു. അവിടുന്ന് കൂടുതൽ കിട്ടിയില്ല. പിന്നെ 3 വീടുകൾ പൊളിച്ചു. പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു വീട് കുത്തിപ്പൊളിച്ചു. ഇനിയും തുടർന്ന് എത്രയും പെട്ടെന്ന് കൂടുതൽ വീടുകൾ കുത്തിപ്പൊളിച്ച് മോഷണം നടത്തി ആ തുകയുമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാനായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഭാഗ്യം കൊണ്ടുമൊക്കെ ആയിട്ട് അവരെ കൃത്യമായിട്ട് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനും അവരെ അറസ്റ്റ് ചെയ്യാനും സാധിച്ചു. അപ്പോൾ സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള ഈ മോഷണ കേസുകൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോഷണ കേസുകളിൽ ദൃക്സാക്ഷികൾ ഒരിക്കലും ഉണ്ടാവില്ല.
കാരണം പകലോ അല്ലെങ്കിൽ ആളുകളില്ലാത്ത സമയത്തൊക്കെ ആയിരിക്കും മോഷണം നടത്തുന്നത്. പരാതിക്കാരുണ്ടെങ്കിൽ പോലും ദൃക്സാക്ഷികൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇതിലെ തെളിവുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിയുടെ കുറ്റസമ്മതപ്രകാരം കണ്ടെത്തുന്ന മോഷണ മുതലുകൾ മാത്രമാണ് അതിൻ്റെ സാധാരണ ഇതിൽ തെളിവായിട്ട് കിട്ടുന്നത്. ഇത് ഈ പ്രതികളുടെ നിന്ന് കയ്യോടെ അവരുടെ നിന്ന് ഈ പോയ മോഷണ മുതലുകൾ കണ്ടെത്താൻ സാധിച്ചത് ഈ കേസിൻ്റെ കോടതിയിലുള്ള വിചാരണയിൽ വളരെ നിർണായകമായ ഒരു തെളിവാണ്. അതങ്ങനെ കണ്ടെത്താൻ സാധിച്ചു. അതുപോലെ തന്നെ കൊച്ചി സിറ്റി ആയതുകൊണ്ടും കൊച്ചി സിറ്റിയിൽ ഒരുപാട് വീടുകളിലും മറ്റും ക്യാമറകളുണ്ട്. അങ്ങനെ കൊച്ചി സിറ്റി ആയതുകൊണ്ടും അതുപോലെ തന്നെ തുടരെ അവർ മോഷണം നടത്തിയതുകൊണ്ടും അവരെ മൂന്നാമത്തെ ദിവസം തന്നെ ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ഈ 3 കള്ളന്മാരെ കണ്ടെത്താൻ കടവന്ത്ര പോലീസ് സ്റ്റേഷനിലെ സ്ക്വാഡിന് സാധിച്ചു. അങ്ങനെ കൂടുതൽ മോഷണങ്ങൾ ഒഴിവാക്കാനും അവർക്ക് സാധിച്ചു. അവരപ്പോൾ തന്നെ KSRTC ബസ് സ്റ്റാൻഡിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ച് വിവരം പറഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് നോക്കിയപ്പോൾ അയാൾ പരിക്കേറ്റ് കിടക്കണമെന്ന് മനസ്സിലായി. അപ്പോൾ ഉടൻ തന്നെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് പറഞ്ഞ് കൺട്രോൾ റൂം വെഹിക്കിൾ അവിടെ സ്ഥലത്തെത്തി അയാളെ പരിശോധിച്ച് അയാൾക്ക് എന്തോ മുറിവ് പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ തന്നെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. എറണാകുളം ജനറൽ ആശുപത്രിയിലെത്തി പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് അയാൾക്ക് 6ഓളം കുത്തുകൾ അയാളുടെ ശരീരത്തിൽ ഏറ്റിട്ടുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ കുത്തേറ്റ് അയാൾ മരിച്ച നിലയിലാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിയത്.